PSC ഓഫീസല്ലേ? അതെ. ഇത് എവിടെയാണ് മാഡം സ്ഥലം? തിരുവനന്തപുരത്താണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ പ്രദീപ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഡിസംബറിൽ ഒരു പരീക്ഷ വരുമല്ലോ, ഒരു PSC പരീക്ഷ. അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. ഈ വരാൻ പോകുന്ന ഡിസംബറിൽ ഒരു PSC പരീക്ഷ നടക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മളുടെ PSC. 10ാം ക്ലാസ് വരെയും ലെവലുള്ള ഒരു PSC പരീക്ഷ. ഏകദേശം 23 ലക്ഷം ആൾക്കാരാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ ഏതാണ്? വലിയ പരീക്ഷ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയോ വലിയ ശമ്പളമുള്ള പരീക്ഷയെ കുറിച്ചല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന PSC പരീക്ഷ ഏതാണ്? നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നൊരു പരീക്ഷയാണ്, LDC എന്ന് പറയും. അങ്ങനെ ഒരു പരീക്ഷ. കാരണം ആ ഒരു പരീക്ഷക്ക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ കുറവാണ്. കാരണം നല്ലൊരു ജോലിയാണ്, നല്ലൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരും ഈ ഒരു പരീക്ഷ എഴുതും. ഡിഗ്രിക്കാരും ഈ പരീക്ഷ എഴുതും. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവൻ എഴുതും, +2 ഉള്ളവൻ എഴുതും, ഡിഗ്രിക്ക് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവൻ എഴുതും. അതുകൊണ്ട് തന്നെ PSC ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരീക്ഷ ഇതാണ്. ജോലി സാധ്യതയാണെങ്കിൽ വളരെ കൂടുതലുമാണ്. മറ്റുള്ള പോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുണ്ട്. കഴിഞ്ഞ LDC പരീക്ഷ നമുക്ക് എടുക്കാം. ഏകദേശം എത്ര ലക്ഷം പേര് അടച്ചു? എത്ര ലക്ഷം പേര് അപേക്ഷിച്ചു? ഒരു 20 ലക്ഷം പേരാണ് അപേക്ഷിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 20 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതാൻ വന്നു എന്നല്ല അതിന്റെ അർത്ഥം. 20 ലക്ഷം ആൾക്കാർ അപേക്ഷിച്ചു. ഇപ്പൊ നിങ്ങളും ഞാനും ഒക്കെ PSC പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ്. നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ PSC പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, പല പല ബെഞ്ചുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ABCD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഒരുപാട് ആൾക്കാർ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം, അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം, അമ്മാവ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം, കാമുകനും കാമുകയും നിർബന്ധിച്ചുകൊണ്ട് മാത്രം PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യും. പക്ഷെ ഒന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ ഈ PSC പരീക്ഷ എഴുതില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് കാറ്റഗറി നമ്പർ 1. ഇനി കാറ്റഗറി നമ്പർ 2 ഉണ്ട്. ആ ആൾക്കാർ പഠിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം PSC പരീക്ഷ ഇട്ടിരിക്കുന്ന ആ ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്കിടെ പേഴ്സണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ശാരീരിക പ്രശ്നമായിരിക്കാം, വീട്ടിലെ പ്രശ്നമായിരിക്കും, അങ്ങനെ പലതുമായിരിക്കാം. അങ്ങനെ PSC പരീക്ഷ എഴുതാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. ഈ 2 കാറ്റഗറിയിലും പെടുന്ന ആൾക്കാരെ എല്ലാ പരീക്ഷയ്ക്കും കാണും. ഈ കഴിഞ്ഞ LDC പരീക്ഷയ്ക്കും ഈ 2 കാറ്റഗറിയിലും പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ ആൾക്കാർ പരീക്ഷ എഴുതാൻ വന്നില്ലല്ലോ. അപ്പൊ 20 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്ത പരീക്ഷയ്ക്ക് എത്ര പേര് വന്നു? ഏകദേശം ഒരു അറൗണ്ട് 16 ലക്ഷത്തോളം ആൾക്കാരാണ് വന്നത്. 16 ലക്ഷത്തോളം ആൾക്കാരാണ് കഴിഞ്ഞ LDC പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ LDC പരീക്ഷ എഴുതിയ ഒരു സാഹചര്യമല്ല ഈ പ്രാവശ്യം. നിങ്ങൾക്കറിയാം എന്താണ് കാരണമെന്ന്. സാമൂഹ്യ അകലം നോക്കണം, തുടങ്ങി നിരവധി കാര്യങ്ങൾ നോക്കണം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 23 ലക്ഷം ഒന്നും. ഈ ഡിസംബറിൽ വരാൻ പോകുന്ന പരീക്ഷ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് 23 ലക്ഷം. എത്ര പേര് എഴുതാൻ വരും? നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചുമ്മാ വെറുതെ ഒരു രസത്തിന് PSC അടച്ചേക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ പൊതുവെ എഴുതാൻ വരാറില്ല. അവരിൽ വളരെ കുറച്ച് പേരെ വരത്തുള്ളൂ. പിന്നെ ആ ദിവസം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് വരുന്ന പല ആൾക്കാരും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് നിലവിൽ ഒരു 5 ലക്ഷം പേരെ ഒഴിവാക്കാം. 5 ലക്ഷം, ഏകദേശം ഒരു 5 ലക്ഷത്തിന് അടുത്തോ മുകളിലോ താഴെയൊക്കെ വരാം. അപ്പൊ നിലവിൽ 18 ലക്ഷം. 18 ലക്ഷം ആൾക്കാർ ഈ വരാൻ പോകുന്ന ഡിസംബറിൽ PSC പരീക്ഷ എഴുതാൻ വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല പല ജില്ലകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സംഭവിക്കും. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ അടുത്ത് നമ്മുടെ PSC ചെയർമാൻ ലൈവിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ വിശദീകരിച്ച് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: ഈ ഡിസംബറിൽ വരാൻ പോകുന്ന പരീക്ഷ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അടുത്ത് ഒരു SLC പരീക്ഷ നടന്നു. ആ സമയത്തും കേരളത്തിൽ നല്ല രീതിയിൽ കൊറോണ ഉണ്ടായിരുന്നു. നമ്മൾക്കറിയാം എങ്ങനെയാണ് അവർ പാലിച്ചത്. സ്കൂളിലേക്ക് കുട്ടികൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് സാനിറ്റൈസർ ചെയ്തു. സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നതിന് മുമ്പ് അവർക്കിടെ ഫീവർ നോക്കി, ഫീവറുള്ള ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ ആൾക്കാരെയൊക്കെ സെപ്പറേറ്റ് ഒക്കെ പരീക്ഷയൊക്കെ വെച്ചു. ഇങ്ങനെയൊക്കെയാണ് പല രീതിയിൽ നടന്നത്. ഇത്രയൊക്കെ അല്ലേ മാക്സിമം ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട്
ഈ പറയുന്ന PSC പരീക്ഷയ്ക്ക് വരുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന ആൾക്കാർക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നോക്കിയൊക്കെ എഴുതാൻ പറ്റത്തില്ലല്ല. അതൊന്നും പോസിബിൾ അല്ല. കാരണം ഇതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും, ഒരുപാട് ചെലവുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ PSCക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ PSC സെന്ററിലേക്ക് നമ്മൾ പരീക്ഷയ്ക്ക് ഡിസംബറിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഏതെങ്കിലും ഒരു ടീച്ചറിന്റെയോ സാറിന്റെയോ വാച്ച്മാന്റെയോ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾക്ക് കയ്യിൽ സാനിറ്റൈസർ തരും. നമ്മൾ ആ സാനിറ്റൈസർ വെക്കണം. നമ്മളുടെ ടെമ്പറേച്ചർ നോക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സെപ്പറേറ്റ് വല്ല റൂമിലായിരിക്കും പരീക്ഷ. ടെമ്പറേച്ചർ സാധാരണ പോലെയാണെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തിലായിരിക്കും പരീക്ഷ. ഇത്രയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത്. പിന്നെ PSC പരീക്ഷയുടെ കാര്യത്തിൽ സാമൂഹിക അകലത്തെ പറ്റി നമ്മൾ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാ PSC പരീക്ഷയ്ക്കും സാമൂഹിക അകലം ഉണ്ട്. അത് കോപ്പി അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾക്ക് ഇവിടെ കോവിഡ് വന്നപ്പോൾ കൃത്യമായി ഒരു ബെഞ്ചിൽ 2 പേരേ ഉള്ളൂ. അപ്പൊ സാമൂഹിക അകലത്തിന്റെ കാര്യവും അവിടെ കറക്റ്റ് തന്നെയായിരിക്കും. PSC പറഞ്ഞത് ശരിയാണ്, അവിടെ യാതൊരു മിസ്റ്റേക്കും ഇല്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും പരീക്ഷ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഒരു കുട്ടിയുടെ, ഒരു ഉദ്യോഗാർത്ഥിയുടെ വീട്ടിൽ നിന്ന് PSC എഴുതാൻ പോകുന്ന ആ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെന്ററിലേക്കുള്ള ദൂരം, ഈ ദൂരമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ദൂരത്തിന്റെ ഇടയിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ സാമൂഹ്യ അകലം പല കാര്യങ്ങളും ഒന്നും സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു സമയം രാവിലെ മുതൽ ഉച്ചവരെയും ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞു 18 ലക്ഷത്തോളം, 23 ലക്ഷം ഒന്നും നോക്കണ്ട, അതിനകത്ത് കുറെ പേര് വരത്തില്ലല്ലോ, 18 ലക്ഷം വരും എന്താണെങ്കിലും. ഈ 18 ലക്ഷം ആൾക്കാർ ഒരു ദിവസം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഇവിടെ സാമൂഹ്യ അകലം തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം, ഇപ്പൊ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലേക്ക് ഈ ക്രിട്ടിക്കൽ സാഹചര്യം അനുസരിച്ച് ഇത്രയും ഹ്യൂജ് എമൗണ്ടിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ ഈ വരും ഡിസംബറിൽ നടത്താൻ പാടില്ല എന്നത് തന്നെയാണ്. നടത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്നാമത്തെ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ സ്കൂളിലേക്കുള്ള ഈ ദൂരം വല്ലാത്ത പ്രശ്നമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും സ്വന്തം വാഹനത്തിൽ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി പോർഷൻ, നേരത്തെ പറഞ്ഞ 18 ലക്ഷത്തിൽ മെജോറിറ്റി പോർഷൻ ചൂസ് ചെയ്യുന്ന ബസ്സായിരിക്കും. അപ്പോൾ ബസ്സിലെ തിരക്കും പല പ്രശ്നങ്ങളും വരും. ഇതിൽ പല ഉദ്യോഗാർത്ഥികൾക്കും മക്കളുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കാം, പല ആൾക്കാരും വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ ഇതെല്ലാം പ്രശ്നമാണ്. പിന്നെ ആൾക്കാർക്ക് ആണെങ്കിൽ വല്ലാത്ത പേടിയുമാണ്. ഈ പേടി കൊണ്ടും വേണമെങ്കിൽ എക്സാം സെന്റർ ദൂരെ കിട്ടുമ്പോൾ ആൾക്കാർ വേണമെങ്കിൽ എഴുതാൻ പോകാതിരിക്കാം. ഇതെല്ലാം ഈ ആൾക്കാരുടെ പരീക്ഷയെ സംബന്ധിച്ച് വളരെയധികം ബാധിക്കും. LDC പരീക്ഷ, LGS പരീക്ഷ, ഇതൊക്കെ വളരെ അധികം ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ബസ്സിലെ തിരക്ക്. ഈ തിരക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്ന ജില്ലയിൽ തന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ആൺകുട്ടികൾക്ക് മെജോറിറ്റിയും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംശയം ഉണ്ടായപ്പോൾ ഇന്ന് തന്നെ ഞാൻ PSCനെ വിളിച്ചു ചോദിച്ചു. ഇത്രയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. PSCയുടെ തിരുവനന്തപുരത്തുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥലത്ത് വിളിച്ചു ചോദിക്കാൻ പറ്റും. അല്ലാണ്ട് PSC ചെയർമാന്റെ പേഴ്സണൽ നമ്പറിലൊന്നും വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. കാരണം ഇത് PSC ചെയർമാന്റെ മാത്രം തീരുമാനമൊന്നുമല്ലല്ലോ, ഒരു പാനലാണല്ലോ PSC. ആ പാനലാണ് തീരുമാനിക്കുന്നത്. ആ പാനലും സർക്കാരും കൂടി ചേർന്നിട്ടാണ് പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് PSCയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ PSCയിൽ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഹലോ, PSC ഓഫീസ് അല്ലേ? ഇത് എവിടെയാണ് മാഡം? സ്ഥലം തിരുവനന്തപുരത്താണോ? ഇപ്പൊ നിലവിൽ നമ്മുടെ ഡിസംബറിൽ ഒരു പരീക്ഷ വരുന്നില്ലേ, നമ്മുടെ LGS LDC 10ാം തരത്തിലുള്ള പരീക്ഷ. അതില് നമ്മൾ അപേക്ഷിച്ച ജില്ലയിൽ തന്നെ നമ്മൾക്ക് പരീക്ഷ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ജില്ലയിലോട്ട് വരുമോ? ഇപ്പൊ ആ ഒരു പരീക്ഷ 23 ലക്ഷത്തോളം ആൾക്കാരാണല്ലോ അപേക്ഷിച്ചേക്കുന്നത് മൊത്തമായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ അപേക്ഷിച്ചേക്കുന്ന എറണാകുളം ജില്ലയിലാണെങ്കിൽ എനിക്ക് എക്സാം സെന്റർ അവിടെ തന്നെ കിട്ടുമെന്ന് അറിയാനാണ്. എക്സാം സെന്റർ അത് ഇപ്പൊ നമുക്ക് എന്തായാലും ഏത് ജില്ലയിൽ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ എക്സാം ഓൺലൈൻ ആയിരിക്കില്ല, സാധാരണ പോലെ തന്നെ ആയിരിക്കില്ല, ഓഫ്ലൈൻ പരീക്ഷ ഇല്ലേ? ഓക്കെ. പിന്നെ വേറെ സംശയം ചോദിച്ചോട്ടെ, ആ പരീക്ഷ ഒറ്റ ദിവസം കൊണ്ടല്ലേ നടത്താൻ പോകുന്നത്? ഓരോ ദിവസവും സെപ്പറേറ്റ് ആയിരിക്കില്ലല്ലോ? ഇല്ല. കേട്ടല്ലോ, PSCക്കും വ്യക്തമായിട്ടുള്ള ഐഡിയ ആയിട്ടില്ല എങ്ങനെയാണെന്ന്. അതിനെപ്പറ്റിയും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നടത്തണമെന്ന്. അവർ ജസ്റ്റ് ഒരു തീരുമാനം എടുത്തു. കാരണം ഈ ജൂലൈ മെയ് ഒക്കെ ആകുമ്പോൾ പല ലിസ്റ്റിന്റെയും കാലാവധി കഴിയും. അപ്പൊ നിലവിലൊരു പരീക്ഷ ഈ കൊല്ലം അവസാനത്തോടു കൂടി നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലും മാത്രം അടുത്ത ജൂലൈ ഒക്കെ ആകുമ്പോൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്തു. പക്ഷെ ഏറ്റവും വലിയ കുഴപ്പം ഇത്രയും ജനസംഖ്യയാണ്, അല്ലെങ്കിൽ ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് കുഴപ്പം. PSCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് PSC ഇത്രയും അധികം ആൾക്കാർക്ക് വേണ്ടി ഒറ്റ ദിവസം പരീക്ഷ നടത്താൻ പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരു 4 സജഷൻസ് ആണ്. ഈ 4 കാര്യങ്ങൾ നേരാവണ്ണം നടക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മിറാക്കിൾ സംഭവിക്കണം.
കേരളത്തിൽ സംഭവിച്ചാലും മതി, ലോകത്തിൽ സംഭവിക്കണമെന്നില്ല. ആ മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ആൾക്കാരുടെയും കോവിഡ് മാറി. അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ആശുപത്രിയിലും ICUയിലും വീട്ടിലും ക്വാറന്റീനിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം രാവിലെ എല്ലാ ആൾക്കാരുടെയും രോഗം മാറി. ഇങ്ങനൊരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഇത്രയും ലക്ഷം അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ലക്ഷം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരീക്ഷ നടത്താം. ഇത് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. ഈ മിറാക്കിൾ സംഭവിക്കുമായിരിക്കും, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോഴെങ്കിലും ഒക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, PSC പരീക്ഷ ഓൺലൈനാക്കി മാറ്റിക്കഴിഞ്ഞാലും ഇത്രയും പ്രശ്നം വരാൻ പോകുന്നില്ല. അവരുടെ ജില്ലയിൽ തന്നെ എഴുതാൻ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അവർ എവിടെയാണോ അപേക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കൊടുക്കുകയും വേണം. അപ്പൊ ഇത്രയും തിരക്ക് വരാൻ പോകുന്നില്ല. ഇത് ജില്ല വിട്ട് വേറെ ജില്ലയിലേക്ക് പോകുമ്പോഴാണ് വല്ലാത്ത പ്രശ്നമായി മാറാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നടത്തുകയാണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഓൺലൈനായിട്ട് പെട്ടെന്ന് PSC പരീക്ഷ നടത്തുമെന്ന് പറയുന്നത് നിലവിൽ പോസിബിൾ അല്ല. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ ഓൺലൈനായിട്ട് ഇത്രയും അധികം ആൾക്കാരെ വെച്ച് നടത്താമെന്ന് പറഞ്ഞാൽ സെർവർ പ്രോബ്ലം തുടങ്ങി പല പ്രശ്നങ്ങളും വരും. അപ്പൊ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 18 ലക്ഷത്തോളം ആൾക്കാർ എന്താണെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നു. ഈ 18 ലക്ഷം ആൾക്കാരെയും പല പല ദിവസങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ നിലവിൽ PSC തീരുമാനിച്ചിരിക്കുന്നത് ഈ 18 ലക്ഷത്തോളം ആൾക്കാർ, 23 ലക്ഷമാണ് മൊത്തം കൗണ്ട്. ഞാൻ പറഞ്ഞത് എഴുതാൻ വന്ന ആൾക്കാർ ഏകദേശം ഇത്ര ഉണ്ടാവാനേ ഉള്ളൂ. ഈ 18 ലക്ഷം ആൾക്കാർക്ക് വേണ്ടി പല പല ദിവസങ്ങളായിട്ടുള്ള പരീക്ഷ. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു ഡിസംബർ മാസം ഒരു 15-ാം തീയതി നമുക്ക് എടുക്കാം. ഡിസംബർ 15-ാം തീയതിയാണ് പരീക്ഷ എന്ന് വിചാരിക്കും. അപ്പൊ ഡിസംബർ 15-ാം തീയതി ഒരു 3 ലക്ഷം പേരിക്കും പരീക്ഷ. ഡിസംബർ 16-ാം തീയതി ബാക്കിയുള്ള 3 ലക്ഷം പേരിക്കും അവർ വെച്ചിരിക്കുന്ന ജില്ലയിൽ, അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണോ ആ വീടുമായി ബന്ധപ്പെട്ട് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നിലവിൽ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ആൾക്കാർക്ക് പല ദിവസങ്ങളിലാകുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട്, തിക്കും തിരക്കും ഇല്ലാണ്ട്, ഇത്രയും സാമൂഹ്യ അകലങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്താൻ പറ്റും. ഇത് പോസിബിൾ ആയിട്ടൊരു കണ്ടീഷനാണ്. അപ്പൊ നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്നാമത് പറഞ്ഞില്ലേ മിറാക്കിൾ, അതൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ ഓൺലൈനായിട്ട് PSC നടത്തുന്ന കാര്യം, അതും നടപടി ആയില്ലെന്ന് വിചാരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞില്ലേ ഘട്ടം ഘട്ടമായി തിരിക്കുന്ന കാര്യം, അത് പ്രിലിമിനറി വേറെ മെയിൻ വേറെ, അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രിലിമിനറിക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ തന്നെ ഘട്ടം ഘട്ടമായി ഓരോ ദിവസമായിട്ട് തിരിക്കുന്നത്, ആ ഒരു കാര്യവും നടന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഈ പരീക്ഷ അങ്ങ് ക്യാൻസൽ ചെയ്യുക. അതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്ത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു വാക്സിൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ കോവിഡൊക്കെ ഇവിടുന്ന് പതുക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നതായിരിക്കും ഉചിതം. കാരണം ചാടിക്കേറി ഇപ്പൊ ഇത്രയും വലിയൊരു പരീക്ഷ നടത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. കുറച്ചു ദിവസമായി ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്, ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. ബുക്കൊക്കെ അടച്ചു വെച്ച് ഭദ്രമാക്കി ചാക്കിൽ കെട്ടി മോളിൽ കൊണ്ടു വെക്കാനുള്ള ഒരു പരിപാടിയൊക്കെ പല ആൾക്കാരും ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും അത് ചെയ്യരുത്. ഒരു ദിവസം ഈ പരീക്ഷ വരും. അപ്പൊ ഞാനിപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് മിക്കവാറും പരീക്ഷ മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. PSCയും ചിലപ്പോൾ ചിന്തിച്ചൊന്നും കാണത്തില്ല. ചിലപ്പോൾ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും PSC നടത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വഴിയൊക്കെ സ്വീകരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ആരും ബുക്ക് ചാക്കി കെട്ടി മോളിൽ കൊണ്ട് വെക്കരുത്. പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. പഠിത്തത്തിന് യാതൊരു കുറവും വരണ്ട. പരീക്ഷ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നവംബറിലാവട്ടെ, ഡിസംബറിലാവട്ടെ, അടുത്ത കൊല്ലാവട്ടെ, പഠിത്തം കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ LGS LDC പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ാമത്തെ ഭാഗം മുതൽ 6ാമത്തെ ഭാഗം വരെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പരമാവധി ആ PSC പരീക്ഷയ്ക്ക് മുന്നേ എത്ര ഭാഗം ചെയ്യാൻ പറ്റുന്നുവോ അത്രയും ഭാഗം ചെയ്തുകൊണ്ടിരിക്കും. അതിനൊന്നും യാതൊരു കുറവും വരാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് എനിക്കിത് പറയണമെന്ന് തോന്നി, വളരെ അത്യാവശ്യമായിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ കോവിഡ് കൂടുന്നുണ്ട്. പല പ്രദേശത്തും ഒക്കെ സമ്പർക്ക പട്ടികയും പലതും ഒക്കെ വളരെയധികം വിപുലമായിട്ടുണ്ട്. അപ്പൊ ഇനി മിക്കവാറും ഒരു നിസ്സാരം ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഈ 2000 എന്നത് 3000-ഓ 4000-ഓ ആയി മാറും. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം കേരളത്തിൽ എത്ര പേർക്ക് ഏകദേശം ആവറേജ് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പല ആൾക്കാർക്കും അറിയില്ല. പക്ഷെ ഒരു 3 മാസം മുന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിലും കറക്റ്റ് സംഖ്യ നിങ്ങൾ പറയുമായിരുന്നു. ഇന്ന് കേരളത്തിൽ 343 പേർക്ക് കോവിഡ് ഉണ്ട്, ഇന്നലെ 219 ആയിരുന്നു, കറക്റ്റ് പറയുമായിരുന്നു. ഇപ്പോഴും
ആർക്കും അറിയില്ല. നമ്മുടെ ചാനലിലും കൃത്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ചാനലിലെ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, സ്വപ്നയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, അങ്ങനെ പലതിന്റെയും പുറകെയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് താഴത്തെ എവിടെയെങ്കിലും ഒക്കെ എഴുതി കാണിക്കുന്നുണ്ടാവും ഒരു വാർത്ത. പത്രത്തിലും അങ്ങനെ തന്നെയല്ലേ, ഫ്രണ്ട് പേജിലല്ലോ വാർത്ത, സെക്കൻഡോ തേർഡോ പേജിലൊക്കെയാണ് വാർത്ത. കാരണം അതങ്ങനെയായി തുടങ്ങി. പക്ഷെ കോവിഡ് എല്ലായിടത്തും വളരെ രൂക്ഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉടനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്യുന്ന, പരമാവധി എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കണം. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും PSC ഓഫീസിൽ ഡയറക്റ്റ് വിളിച്ച് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ കുറെ സംശയങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല കിട്ടുമോ പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഏരിയ കോവിഡുമായി ബന്ധപ്പെട്ട് വല്ല ക്ലസ്റ്ററുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷ എഴുതിക്കാൻ തീരുമാനിക്കുന്നത്? ദൂരെ വേറെ ജില്ലയിൽ കൊണ്ടുപോയി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ആയിരിക്കും, പല സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ എന്നോട് ചോദിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല, അപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരമില്ല. അപ്പൊ ഈ സംശയങ്ങൾ നെറ്റിൽ നമ്പറോടൊപ്പം ഉണ്ടാവും PSC ഓഫീസിലെ. ആ നമ്പറിലേക്ക് നിങ്ങൾ എല്ലാവരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇന്നതൊക്കെയാണ് സംശയങ്ങൾ. അപ്പൊ അവർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തുടങ്ങി പരീക്ഷകൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്, മാറ്റിവെക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ കൂടി പരിശ്രമിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഡിസംബറിൽ ഇത്രയും ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് പരീക്ഷ നടക്കുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നിങ്ങളുടെ വീട്ടിലും കുട്ടികളുള്ളവരാണ്, നിങ്ങളുടെ വീട്ടിലും പ്രായമായ അച്ഛനും അമ്മയും ഉള്ളവരാണ്. അപ്പൊ ഈ ബസ്സിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയ കോവിഡുമായി ബന്ധപ്പെട്ട ക്ലസ്റ്ററുള്ള ഏരിയ ആണെങ്കിൽ അതൊക്കെ വല്ലാത്ത പ്രശ്നമായി മാറും. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ ഒരു പരീക്ഷ നമ്മൾക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നടത്തുന്നത് തന്നെയാണ് എപ്പോഴും അനുയോജ്യം. അപ്പോൾ പഠിത്തം മുടക്കണ്ട, പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാ ആൾക്കാരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ അടുത്ത ഭാഗങ്ങൾ ക്ലാസ്സുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതുവരെ കേട്ടതിന്